ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ ആട് ഫാം ലാഭകരമാണോ അല്ലയോ എന്ന ഒരു അറിവ് എൻ്റെ അനുഭവത്തിൽ നിന്ന് 2 വർഷത്തെ അനുഭവത്തിൽ നിന്ന് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ശരിക്കുള്ള പിക്ചറാണ്. അതായത് യഥാർത്ഥത്തിൽ ഇത് ലാഭകരമാണോ, കേരളത്തിൻ്റെ സാഹചര്യം എന്തൊക്കെ, ഇവിടുത്തെ അതിനുള്ള ഫീഡിൻ്റെ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, പിന്നെ മറ്റ് ഘടകങ്ങൾ, അതിനെ തുറന്നുവിട്ട് വളർത്താനുള്ള സാഹചര്യം എന്ന് എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ടാണ്. അതായത് ലാഭനഷ്ട കണക്കുകളാണ്. ഇത് ഫീസിബിളാണോ അല്ലേ, ഇത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഇന്നത്തെ സാഹചര്യം വെച്ച് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. നോക്ക്, നമ്മൾക്ക് 2 രീതിയിൽ 3 രീതിയിൽ ആട് വളർത്തൽ നമുക്ക് ട്രൈ ചെയ്യാം. ഒന്ന്, നമ്മളെ ട്രഡീഷണൽ മെത്തേഡ്, അതായത് പാസ്ചർ റേസ്ഡ് മെത്തേഡ്, അതായത് ആടുകളെ തുറന്നു വിട്ട് പരിപാലിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് ലാഭം എന്ന് വെച്ചാൽ ഇലകളും മറ്റുകളും ഫോറേജസ്, അതിനുവേണ്ടിയുള്ള ഫോറേജസ് അത് തന്നെ കണ്ടെത്തുകയും അത് നമുക്ക് ഫീഡ് കോസ്റ്റിൽ നിന്ന് കുറയുകയും ചെയ്യുന്നു. ഒന്ന് ശ്രദ്ധിക്കുക, ആ ഗോഡ് ഫാമിൽ ഏറ്റവും വലിയ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീഡ് കോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ള ലേബറും മറ്റ് ഓപ്പറേഷണൽ എക്സ്പെൻസസും ഒക്കെ വരാൻ ഏറ്റവും വലിയ കോസ്റ്റാണ് ഫീഡ് കോസ്റ്റ്. ഇനി ആദ്യത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു, പാസ്ചർ റേസ്ഡ് മെത്തേഡ്, ഓപ്പൺ ഗ്രേസിങ്, അത് തുറന്നു വിട്ടുള്ള ആട് വളർത്തൽ. രണ്ടാമത്തെ ആട് വളർത്തൽ ആണ്, അതായത് ഒരു ദിവസം 2-3 മണിക്കൂർ തുറന്നു വിടുക, ബാക്കി സമയങ്ങളിൽ ഷെഡിൽ തന്നെ നിർത്തുക, അതിൻ്റെ പെന്നിൽ തന്നെ നിർത്തുക. മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഇൻറ്റൻസീവ് സ്റ്റാൾ ഫെഡ് മെത്തേഡ്, അതായത് പൂർണ്ണ സമയവും കൂടിൽ തന്നെ നിർത്തി വളർത്തുക. നോക്കൂ, നമ്മളുടെ കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് ട്രഡീഷണൽ ഷെപ്പേർഡ് സിസ്റ്റം, അതായത് ഒരു ആട്ടിടയൻ സംരക്ഷിക്കുന്നത് പോലെ തുറന്നു വിട്ട് സംരക്ഷിക്കുക. അതിലൂടെ നമുക്ക് ഫോറേജസിൻ്റെ കോസ്റ്റൊക്കെ ലാഭിക്കുക എന്ന് അഭികാമ്യം അല്ല. എന്തുകൊണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ വീഡിയോ എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. അല്പം സ്പീഡ് കൂടിയാൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം കേരളത്തിൻ്റെ ജിയോഗ്രഫി വളരെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലാൻഡാണ്. അതുകൊണ്ട് പിന്നെ കാലാവസ്ഥ, പിന്നെ പഴയ പോലെ ലാൻഡ് കിട്ടാനുമില്ല. അതുകൊണ്ട് അതൊരു ഫീസിബിൾ മെത്തേഡല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, യൂട്യൂബിൽ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഒത്തിരി വീഡിയോസ് കാണാം. ഇൻഫ്ലുവൻസേഴ്സ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ആട് വളർത്തൽ ലാഭകരമാണ്. നിങ്ങൾക്ക് പല കർഷകൻ്റെ അനുഭവം പങ്കുവെക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ നോക്കൂ, ഒരു കർഷകൻ 10, 15, 20 ആടുകൾ വളർത്തുന്നത്, അല്ലെങ്കിൽ 50 ആടുകൾ വളർത്തുന്നത്, അവർക്ക് ഉള്ള സ്ഥലം കൊണ്ട് അതിൽ അവർ നിന്നുകൊണ്ട് അതിൽ അവരുടെ ലേബർ അവർ തന്നെ നോക്കിക്കൊണ്ട് ചെയ്യുന്നത് പോലെയല്ല വാണിജ്യാടിസ്ഥാനത്തിൽ ആട് വളർത്തുക. ഇനി ഇത്തരം വീഡിയോസുകൾ കണ്ട് ഒരാൾ ആട് വളർത്തലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു കൊമേർഷ്യൽ ഫാമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ തീർച്ചയായും ഒരു പരാജയം സംഭവിക്കും. കാരണം അതിലുള്ള ഈ കർഷകരുടെ അനുഭവം, അവരുടെ രീതി നമുക്കൊരു കൊമേർഷ്യൽ ഫാമിൽ അനുവർത്തിക്കാൻ സാധിക്കുകയില്ല. ഒരു 10 ആടും വളർത്തുന്നത് പോലെയല്ല 100 ആട് വളർത്തുക. 50 ആട് തുറന്നു വിട്ടാൽ അതിനുള്ള ഫോറേജസൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതും ദുഷ്കരമാണ്. പക്ഷെ 100 ആടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഫോറേജസൊക്കെ പെട്ടെന്ന്, അതായത് പുൽവർഗ്ഗങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് പുല്ലുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. മറ്റു പല കാരണങ്ങളുണ്ട്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൾ ഫീഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഫീഡ് ചേഞ്ചൊക്കെ ഇതിനെ ബാധിക്കും. അപ്പോൾ അത് വലിയൊരു നഷ്ടത്തിലേക്ക് പോകും. ഇനി നമ്മളുടെ സ്ലൈഡിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ എക്കണോമിക്കൽ മോഡൽ ഞാൻ പറയട്ടെ. ഒരിക്കലും ട്രഡീഷണൽ മെത്തേഡ് ഒരിക്കലും വയബിൾ അല്ല. നിങ്ങളൊരു കൊമേർഷ്യൽ ഫാം ആണെങ്കിൽ തന്നെ അത് സ്റ്റാൾ ഫെഡ് ഫാം തന്നെയാണ് അഭികാമ്യം. പക്ഷേ അതിലുള്ള ചാലഞ്ചസ്, അത് വയബിൾ ആണോ? ഒരു കൊമേർഷ്യൽ ഫാമിംഗ് ബ്രീഡിംഗ് സെറ്റപ്പ് വയബിൾ ആണോ എന്ന് നമ്മൾ റിപ്പോർട്ട് നോക്കി മനസ്സിലാക്കാം. റിപ്പോർട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലാഭനഷ്ട കണക്കുകൾ, അത് യൂണിറ്റ് എക്കോണമി അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ
മനസ്സിലാപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു ആടിൽ നിന്ന് ഉള്ള ലാഭനഷ്ട കണക്കുകൾ അത് വെച്ച് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നോക്ക്, ഒരു ബീറ്റൽ ആട് ഒരിക്കലും സ്റ്റാൾ ഫീഡ് സിസ്റ്റത്തിൽ മലബാരി ആട് ഫീസിബിൾ അല്ല, ഒരിക്കലും ലാഭകരം അല്ല. തുറന്നു വിടുന്ന സിസ്റ്റം നമുക്ക് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ സ്റ്റാൾ ഫീഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുഴുവനും ഫീഡും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പണിയെടുത്താൽ ചപ്പും മറ്റു വസ്തുക്കളൊക്കെ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നാൽ അങ്ങനെ ഒരു ഫാം, ഒരു കൊമേഴ്ഷ്യൽ ലെവൽ ഫാം, ഒരു ഉന്നതിയിലേക്ക് എത്തേണ്ട ഫാം അത്ര ഫീസിബിൾ അല്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഫീഡ് സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക. അതിന് ഒത്തിരി സ്ഥലം ഒക്കെ വേണം. അപ്പോൾ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടത്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നമ്മളെ ഈ ഗോഡ് ഫാമിങ്ങിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റ് മാർക്കറ്റാണ്. ബാക്കി 10% ഉള്ളൂ നമ്മൾക്ക് എക്സോട്ടിക് ബ്രീഡ്സിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഒരു ഫാം എന്ന രീതിയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മീറ്റാണ്. ഓക്കെ, ഒരു കൊമേഴ്ഷ്യൽ ഫാം എന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് സെല്ലിംഗ് ഹോൾസെയിൽ പ്രൈസാണ് 450 per kg. അത് വെച്ചിട്ട് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൻ്റെ റവന്യൂ ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്ക്, നിങ്ങൾ ഒരാടിൽ നിന്ന് ഒരു ഹൈബ്രിഡ് ആട് വളർത്തിയാലേ മാർക്കറ്റ് വെയിറ്റ് നിന്ന് താഴേക്കാണ്, ഓപ്പറേഷണൽ അസംഷൻ്റെ താഴേക്കാണ് 25 kg 5 മാസത്തിലെത്തിയിരിക്കണം. മലബാരി ആടൊന്നും എത്തൂല. അപ്പോൾ ഞാൻ ബീറ്റിൽ ആട് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രോസ് ബ്രീഡ് ആട് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കണക്കെടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ജനുവരിയിൽ ഒരു ആട് വാങ്ങിച്ചാൽ അത് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ ജനുവരിയിൽ ഒരു ആട് വാങ്ങിച്ചാൽ അത് ജനുവരിയിൽ തന്നെ അത് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അതൊരു മെയ് മാസമാകുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. എന്നിട്ട് മെയ് മാസവും കഴിഞ്ഞ് വീണ്ടും ഒരു 5 മാസം കൂടി വെയിറ്റ് ചെയ്താൽ ആ കുഞ്ഞ് വിൽക്കാൻ റെഡിയാവും. 5 മാസം കഴിഞ്ഞാൽ 25 കിലോ അറ്റൈൻ ചെയ്യും വെയിറ്റ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രസവത്തിൽ 1.13 കിഡ്സാണ്, ആക്ച്വലി 1.25 കിഡ്സാണ്. ഒരിക്കലും അത് ഒരു യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുവാണ് പറയുന്നത്. 10 ആടിൽ അതിൽ 10 ആടും 2 തന്നെ പ്രസവിക്കുകയില്ല, ചിലത് 1, ചിലത് 2 പ്രസവിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു ആവറേജ് കണക്കെടുക്കുമ്പോൾ 1.13 എന്ന് എടുക്കും. നിങ്ങൾ അത് ഒരാടിൽ നിന്നാണ് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്തത്. ഇതിൻ്റെ ആകെ മിച്ചം നിങ്ങൾ ഇൻറ്റു ഒരു 25 ആടിൽ നിന്ന് കൂട്ടിക്കോ, അതായിരിക്കും എൻ്റെ കണക്ക്. ഇപ്പം ഞാൻ താഴെ ഈ ഓപ്പറേഷണൽ അസംഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഔട്ട്പുട്ട് കിഡ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് 1.25 ആണ്. പക്ഷേ 2% ഡെത്ത് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കണമെന്നില്ല. പല കാരണക്കാരും 2% നെസ്റ്റ് നമുക്ക് സംഭവിക്കും. എത്ര നമ്മൾ സൂക്ഷിച്ചാലും 1-2% നെസ്റ്റ് പല കാരണങ്ങളും നമ്മൾ അത് കരുതിയിരിക്കണം. മറ്റൊന്ന്, ഈ ആട് സെപ്റ്റംബർ ആകുമ്പോൾ നമുക്ക് വീണ്ടും കുട്ടികൾ വിൽക്കാനായി. ഓക്കെ, മെയിൽ പ്രസവിച്ചു, സെപ്റ്റംബർ ആകുമ്പോൾ വിൽക്കാനായി. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ആട് വീണ്ടും ഈ പ്രസവ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 4 മാസത്തിനുള്ളിൽ ചെന പിടിച്ചിരിക്കണം. ചെന പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ ഓരോ ദിവസവും ആടിനെ തീറ്റിപ്പോറ്റാനൊരു കോസ്റ്റ് ഉണ്ട്. അതാണ് പറയുന്നത്, ഈ ചെന പിടിക്കുന്നത് 8% ഫെയിലിയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റും കൂടി വരും. അപ്പോൾ എല്ലാം കൂടിയുള്ള കോസ്റ്റാണ് താഴെ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തെ നമ്മൾ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ ഒരാടിൽ നിന്ന്, അതായത് ജനുവരിയിൽ ചെന പിടിച്ച് മെയിൽ പ്രസവിച്ച് അത് വീണ്ടും ഒരു 5 മാസം സെപ്റ്റംബറിലാവുമ്പോൾ അത് ഒരു കുഞ്ഞ് വിൽക്കാനാവും. അപ്പോൾ നോക്ക്, ഒരു സാമ്പത്തിക വർഷത്തെ നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ 12,713 രൂപ നമുക്ക് അതിൽ നിന്ന് കുഞ്ഞ് വിറ്റ നമുക്ക് റവന്യൂ വരികയും, പക്ഷേ നമ്മൾ ഫീഡ് കോസ്റ്റ് നോക്ക് 28,380. അതിൻ്റെ തള്ളയുടെ തീറ്റച്ചെലവും കുഞ്ഞിൻ്റെ തീറ്റച്ചെലവും അല്ലാതെ വേറെ ചിലപ്പോൾ ഇൻസെമിനേഷൻ ഫെയിലിയറും അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. വീണ്ടും ചെന പിടിക്കാതിരുന്നാൽ 3 മാസത്തിൽ ചെന പിടിക്കാതിരുന്നാൽ നമ്മൾ അത് വീണ്ടും വെറുതെ നമ്മളെ ഫാമിൽ ഉണ്ടാവുകയും നമ്മളെ ഫീഡ് തിന്നുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ 8% നമ്മൾ കരുതിയിരിക്കണം. മൊത്തം ഒരു 100 ആടൊക്കെ നോക്കുമ്പോൾ ഇത് ഒരാടിൻ്റെയാണ്, എന്നാലും അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വൻ നഷ്ടമാണ് ഈ സ്റ്റാൾ ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാലോ സ്റ്റാൾ ഫീഡ് സിസ്റ്റം അല്ലാതെ വേറൊരു ഓപ്ഷൻ വയബിളായിട്ട് കേരളത്തിൽ ഇല്ല കൊമേഴ്ഷ്യൽ ഫാമിങ്ങിൽ, തീർച്ചയായും തന്നെ. ഇനി എക്സോട്ടിക് ബ്രീഡ്സൊക്കെ ചെയ്ത് അതൊക്കെ ഒരു കൊമേഴ്ഷ്യൽ ഫാമിങ്ങിന് നമുക്ക് ഒരു ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നമുക്ക് എന്നും വിറ്റ് ലിക്വിഡ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മളെ ക്യാഷ് സ്റ്റക്കാവും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു 5%, 6% മാർക്കറ്റാണ്. നമ്മൾ ഏറ്റവും വലിയ മാർക്കറ്റ് മീറ്റ് ഇൻഡസ്ട്രി തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, നമുക്ക് എങ്ങനെ ലാഭകരമാക്കാം. ഒന്ന്, ഫീഡ് കോസ്റ്റ് കുറക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഫീഡ് കൾട്ടിവേറ്റ് ചെയ്യണം. അതിനുള്ള സ്ഥലം കേരളത്തിൽ ഇല്ല. ഉണ്ടാൽ തന്നെ അത്
വയബിൾ അല്ല. കാരണം അതിൻ്റെ ലോജിസ്റ്റിക് ഉൾപ്രദേശത്തൊക്കെ ഉണ്ടായിരിക്കും, അവിടെ അത്രയും ദൂരം, പിന്നെ കാലാവസ്ഥ, ഒത്തിരി പ്രശ്നങ്ങൾ അതിലുണ്ട്. ഇനി ഇത് ഒരു ലാഭത്തിലേക്ക് എങ്ങനെ എത്തിക്കാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. പക്ഷേ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു ടൂറിസം എന്ന ഒരു സ്കോപ്പിലൂടെ നമുക്ക് വേണമെങ്കിൽ ബ്രീഡിംഗ് സെറ്റപ്പ് ലാഭത്തിലാക്കാം. എങ്ങനെ ലാഭത്തിലാക്കും ഞങ്ങളും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഇവിടെ അറിയിക്കുക. ഓക്കെ, അത് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഞങ്ങളുടെ ഐഡിയാസും ഒരിക്കലും ഞങ്ങൾ പിന്നോട്ടില്ല, മുന്നോട്ട് എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം.